ഇനി മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. പാപ്പാന്മാര് ആനകളെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയ ഇടുക്കി മൂന്നാർ കൊരണ്ടിക്കാട്ടിലെ ആനസവാരി കേന്ദ്രം പ്രവർത്തിക്കുന്ന അനധികൃതമായി കൂടിയാണെന്ന വിവരം കൂടി പുറത്തെത്തുകയാണ്. പഞ്ചായത്തിൻ്റെ ലൈസൻസും ഈ സ്ഥാപനത്തിനല്ല. ആനയെ ക്രൂരമായി തുമ്പിക്കൈയിലടക്കം ക്രൂരമായി അടിക്കുന്നതിൻ്റെ കാഴ്ചകൾ നാം ദൃശ്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കേരള വിഷനിലൂടെ ഒക്കെ കണ്ടതാണ്. സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ ബുൾബേന്ദ്രൻ സോഷ്യൽ ഫോറസ്ട്രി അധികൃതർക്കും ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകിയിരിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകൻ ആനസവാരി കേന്ദ്രം നേരിട്ട് കണ്ട് പരിശോധനയും നടത്തിയ ശേഷമാണ് ഈ പരാതിയിലേക്ക് നീങ്ങിയത്. ആ വാർത്ത കൂടി. ഇവിടെ പാപ്പാമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചത്. ഇതിനുശേഷം കുറച്ചുനാൾ കേന്ദ്രം അടച്ചിട്ടതിനു ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിച്ച സാഹചര്യത്തിൽ 2022 ഡിസംബർ വിവരാവകാശ പ്രവർത്തകന് ദേവികുളം ഗ്രാമപഞ്ചായത്ത് നൽകിയ വിവരാവകാശ രേഖയിൽ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്നും വ്യക്തമാക്കുന്നു. ആനകളെ ക്രൂരമായി പീഡിപ്പിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ജില്ലാ കളക്ടർക്കും ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരിട്ട് പരാതി നൽകി. ഇവരെപ്പോഴും തന്നെ വെള്ളവും കഞ്ചാവിനും അടിമയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കണം. അല്ലെ ഇങ്ങനെ ക്രൂരമായ പ്രവൃത്തി തമ്മിലും മനുഷ്യനെ ഉപദ്രവിക്കണോ, അവര് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന മിണ്ടാപ്രാണീനെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഉടമസ്ഥര് ഇതിനെതിരെ ഈ പാപ്പാനെ ഞങ്ങൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അയാൾ അവിടെയുണ്ട്. ഇത്രയും ക്രൂരമായ നടപടി ചെയ്ത പാപ്പാനെ ഇതുവരെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പൊ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഞങ്ങള് ഇതിന്റെ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൺസർവേറ്റർക്ക് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററാണ് ഇതിനെതിരെ നടപടി എടുക്കേണ്ടത്. അതുപോലെ ദേവികുളം റേഞ്ചറെ വിളിച്ചിരുന്നു, DFO വിളിച്ചിരുന്നു. അവർക്കെല്ലാം റിപ്പോർട്ട് ഇന്ന് കൊടുക്കുകയാണ്. ആനയെ നിയന്ത്രിക്കാൻ പാപ്പാനെ വെച്ചിരിക്കുന്നു. പാപ്പാമാരെ നിയന്ത്രിക്കേണ്ടത് ഓണർമാരാണ്, ഇത് നടത്തിപ്പുകാരാണ്. അവരിവിടെ കുത്തഴിഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ നിരന്തരം പ്രശ്നം ഉണ്ടായിട്ടോ അവരെ മാറ്റുകയോ ഇനി ഇത് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കുകയോ അവർ ചെയ്തിട്ടില്ല. വാർത്തകൾ പുറത്തു വന്നിട്ടും പരാതികൾ നേരിട്ട് കിട്ടിയിട്ടും അധികൃതർ ഇത് കണ്ട ഭാവമില്ല. ഇനിയും നടപടി വൈകിയാൽ കോടതിയെ സമീപിക്കാനാണ് മൃഗസ്നേഹികളുടെയും പരിസ്ഥിതി സംഘടനകളുടെയും തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.